പ്രജോദേട്ടാ, എന്തോ വിജയേട്ടാ, അടുത്ത എന്റെ ഒരു ഫേവറേറ്റ് ടീമാ വരുന്നത്. എല്ലാരും നമ്മളെ ഫേവറേറ്റ് ആണ്. എന്നാലും എനിക്ക് കുറച്ച് ഇഷ്ടമുള്ള ആൾക്കാരാണ്. ഇതില് ഒരാള് നല്ല അഴിഞ്ഞാടി നമ്മള് സ്റ്റേജിലാടിയിട്ട് കുറച്ച് ദിവസമായിരുന്ന ഒരു പരാതി. പക്ഷെ മണിക്കൂട്ടാ, പുള്ളി അഴിഞ്ഞാടിയ ഒരു അഴിഞ്ഞാട്ടം തന്നെ. അത് ഉറപ്പാണല്ലോ. എങ്കിൽ ആ പുള്ളിയുടെ ഒരു അഴിഞ്ഞാട്ടമാണ് നമ്മളിപ്പോ. നമുക്ക് കാണാം. ഓക്കെ, വിളിച്ചോ, നമുക്ക് വിളിക്കാം. സുധീഷ്, ദീപ്തി ആൻഡ് വിഷ്ണു. നിങ്ങൾക്ക് എന്താണ് കാര്യം ഇങ്ങോട്ട് വരാത്തത്? കയ്യെന്ന് വിട്. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞാണ് ഈ മാജിക്കിനൊന്നും വരണ്ട. അവിടെ സർക്കസ് നടക്കുന്ന അവിടെ പോയി ഫ്രണ്ടി ഞായിരുന്നു ഇങ്ങനെ കണ്ടോണ്ടിരുന്നേനെ. അയ്യോ, അല്ലെങ്കിൽ ഇയാൾക്ക് സർക്കസേ പിടിക്കൂ. സർക്കസിൽ എന്ന് പെണ്ണുങ്ങള് ചുരിദാറിട്ട് അന്നിങ്ങനെ സർക്കസ് ആണല്ലോ. ആൾക്കാരിക്കുമ്പോ എന്നെ കളിയാക്കല് ഞാൻ പറഞ്ഞേക്കാം. അല്ലെങ്കിൽ തന്നെ ഇയാള് ഒരു കാര്യത്തിന് സമ്മതിക്കൂല. എന്ത് നല്ല കാര്യം പറയാം, ലേക്കത്തിന് തടസ്സം പറയും. പഞ്ചായത്തില് ഗ്രാമസഭ കൂടിയപ്പോ പറഞ്ഞ് എല്ലാ വീട്ടിലും ഓരോ കുളിമുറി വേണമെന്ന്. അതിന് ഒറ്റക്ക് നിന്ന് പഞ്ചായത്തിൽ നിന്ന് സമരം ചെയ്താൽ പറ്റൂല എന്ന് പറഞ്ഞിട്ട്. അയ്യോ, ഞാൻ അതുകൊണ്ടല്ല. പൈസ ഉള്ളവർ കെട്ടും, ഈ പൈസ ഇല്ലാത്തവർ എന്തോ ചെയ്യും? എവിടെ പോയി കുളിമുറി കെട്ടും? അവർക്കൊക്കെ തോടില്ലേ, ആറില്ലേ, അതിന്റെയൊക്കെ ആവാസ വ്യവസ്ഥ എന്താകും? അവിടെ പോയിട്ട് പരിപാടി സ്ഥലം കിട്ടും. ചുമ്മാ ഭയങ്കര ആളടി ഇവിടെ. ആളുണ്ടെങ്കിൽ എന്താ അവിടെ മുമ്പിലിരുന്ന് കാണാല്ലോ. അങ്ങനെ നടക്കങ്ങാട് തുടങ്ങാറായ പരിപാടി ഒറ്റയെടുക്കൽ. ഇത് അമ്പലപ്പുറപ്പല്ല, ഇത് വലിയ മാളാണ്. അയ്യോ, മാളയാണെന്നല്ല പറഞ്ഞ, മാളാണെന്ന്. പരിപാടി തുടങ്ങട്ടെ. എനിക്കിഷ്ടമല്ലെങ്കിൽ ഞാൻ കൂവും. നോക്കിക്കത് കൂവണ്ണ. ഇത് ആദ്യമായിട്ടാണ് ഒരു അവസരം കൂവാൻ കിട്ടുന്നത്. നല്ല പോലെ കൂവണം. കൂവിയേ ഒന്നും ഒച്ചത്തി. അയ്യോ, ഡ്രാക്കുള വന്നേ. എന്ത് വർത്താനം പറയണ? നല്ലൊരു മനുഷ്യന് ഇത്രയും നല്ല ഭംഗിയിൽ വന്ന് പരിപാടി ചെയ്യാൻ നിൽക്കും. അങ്ങനെയൊക്കെ പറയല്ലേ, അവർക്ക് സങ്കടമാവൂലേ? സോറി ബ്ലാക്ക് മാൻ. ഒരു കുടുംബം മുഴുവൻ കളിയാക്കാനായിട്ട് ഇറങ്ങിയേക്കണ് ഭഗവാനെ. ആരാ കൂവിയത്? ഇപ്പൊ കൂവിയത്? ഞാനല്ല. ഇത് കൊള്ളാം. ഗുരു സിനിമയില് മോഹൻലാലിന്റെ അവസ്ഥ എനിക്ക്. എല്ലാണ്ണം കൂടി എന്നെ ചൂണ്ടണ്. കൈതാത്തിട്. എന്നെ അങ്ങോട്ട് വരുത്തരുത്. കാര്യം പറഞ്ഞേക്കാം കേട്ടാ. അപ്പോൾ എന്റെ മാജിക് ഷോ ആരംഭിക്കുകയാണ്. അത് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവർക്കും ഒരു മുന്നറിയിപ്പ് തരുന്നു. മുതിർന്നവർ, കുട്ടികൾ, ഗർഭിണികൾ, ബാലികമാർ, ബാലകന്മാർ, വൃദ്ധന്മാർ, വൃദ്ധയില്ലാത്തവർ ഇവരാരും എന്റെ ഈ മാജിക് ഷോ കാണരുതേ എന്ന് അപേക്ഷിക്കുകയാണ്. ഇതിലും വേറെ ആരും വരണ്ടെന്ന് പറഞ്ഞാൽ പോരായിരുന്നു. നിങ്ങൾക്ക് മുറുക്കാൻ മേടിച്ചു തന്നിട്ടുള്ളല്ലേ? നിങ്ങൾ എന്നെ ചൂണ്ടിക്കാണിക്കണം. ഒരു തരത്തിൽ ഞാനൊന്ന് തുടങ്ങിക്കോട്ടെ. തുടങ്ങൂ. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, എന്റെ മാജിക് ഷോ ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് ഒരു ചെറിയ അപേക്ഷ. എന്റെ ഈ മാജിക് ഷോയിൽ പങ്കെടുക്കാനായി നിങ്ങൾ ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് ഒരാളെ ഞാൻ സ്വാഗതം ചെയ്യാണ്. പ്ലീസ് ഒരു നല്ല കൈയടി. തള്ളല്ലേ, ഞാൻ പോവാൻ. തള്ളല്ലേ. ആരും തള്ളിയില്ല. വല്ലൊക്കെ കിട്ടുപടി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാ കിട്ടും. പാപ്പോ നല്ലൊരു കൈ കൊടുക്കണം അവർക്ക്. നല്ലൊരു കൈയടി. ഫാമിലിക്ക് നല്ലൊരു കൈയടി. അപ്പം ആരാണ് മാജിക് ഷോയിൽ പങ്കെടുക്കുന്നത്? മാജിക് ഷോയിൽ ചെറുക്കനാണ് പങ്കെടുക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എണ്ണം പൊക്കൂ. അയ്യോ, അത് പറ്റത്തില്ല. ഞങ്ങൾ ഈ പണ്ടൊട്ടേ മാജിക് കണ്ടിട്ടുണ്ട്. ഈ തൊപ്പിന്നൊക്കെ ഇങ്ങനെ മുട്ടായി എറിയുമല്ലോ. എനിക്ക് മുട്ടായി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആദ്യം ഇടുന്ന മുട്ടായി എന്റെ കയ്യിലോട്ട് ഇടണേ. നിനക്ക് വല്ലതും വേണോടി? എനിക്ക് അരി ഇട്ട് തരാൻ പറ്റും. ഞാൻ സഞ്ചി കൊണ്ടുവന്നിട്ട് പെറുക്കാനായിട്ട് അരി. ഞാൻ എന്നെ ഇവിടെ വിരല് പതിപ്പിച്ചിട്ട് അരി കൊടുക്കുന്ന റേഷൻ കടക്കാരനാണ്. അല്ല, മാജിക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഇനി വല്ല ഞാൻ പറഞ്ഞു ഇവിടുന്ന് പുഴുങ്ങും. അതുകൊണ്ട് ഒരു കാര്യം ഇവിടെ നിന്നു. താങ്ക് യു വെരി മച്ച്. ഒരു കല്ല കൈയടി. നമുക്കെന്നാ ഇവരെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, എന്താണ് പേര്? ആറ്റിറമ്പിൽ ഷിബു. ആറ്റിറമ്പിൽ ഷിബു അല്ലല്ലോ, ആറ്റിറമ്പിൽ തുമ്പി അല്ലേ? അങ്ങോട്ട് നോക്കൂ. വല്ല അനക്കവും ഉണ്ടോ? ഇതാണ് നിനക്കുള്ള മറുപടി. ഒരു നല്ല കൈയ്യടി തരൂ. കൈയടി മേടിക്കുന്നത്. അപ്പൊ പാട്ടാ, ഞാൻ അതല്ലേ ചോദിച്ചത്. ചേട്ടൻ എന്ത് ചെയ്യുന്നു? ഞാൻ ടാപ്പിംഗ് ആണേ. ടാപ്പിംഗ് ചെയ്താൽ എന്ത് കിട്ടും? റബ്ബർ പാല് കിട്ടും. അങ്ങോട്ടൊന്ന് നോക്കിക്കേ. എന്തേലും അനക്കമുണ്ടോ? ഇത് തന്നെ തിരിച്ചും കിട്ടും കേട്ടോ. അങ്ങോട്ട് കൊടുത്തു, ഇങ്ങോട്ട് മേടിച്ചു. അതെ, ചേട്ടന്റെ ഭാര്യയല്ലേ?
ഇത് ചേട്ടന്റെ ഭാര്യയല്ല, എന്റെ ഭാര്യയാണ്. ചേട്ടന്മാരുടെ ഭാര്യയും കൊണ്ടുപോകുന്ന ഒരു സംസ്കാരം എനിക്കില്ല. നിന്നല്ല ചോദിച്ചു കഴിഞ്ഞാ. ചേച്ചി നമസ്കാരം. നമസ്കാരം. ഞാൻ ചോദിച്ചതല്ല, ചേച്ചിയുടെ ഭർത്താവല്ലേ? ചേച്ചിയുടെ ഭർത്താവല്ല, അതെന്റെ ഭർത്താവാണ്. ചേച്ചി കല്യാണം കഴിച്ചിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ചേച്ചിയുടെ കെട്ടുമാരിട്ട് പോണ ഒരൊറ്റ പെണ്ണുങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലെ ഇയാൾ പോടും. ഞാൻ അതല്ലേ ചോദിച്ചത്. ഇയാള് ചേച്ചിയുടെ ഭർത്താവല്ലേ? ഇയാൾ എന്റെ ഭർത്താവാണ്, പക്ഷെ ഇയാൾ എന്റെ ചേച്ചിയുടെ ഭർത്താവല്ല. ചേച്ചി കല്യാണം കഴിച്ചിട്ടില്ല. ഒരു കുടുംബം മുഴുവൻ ഭ്രാന്തമാരി. എനിക്ക് വാരിശാവാൻ പറ്റുവാണെ ഞാൻ പോയേനെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അനിയനാണോ ഇവിടുത്തെ മെയിൻ മാജിക്കാരൻ? അല്ല, അനിയൻ കൂലിപ്പണിക്ക് പോവാ. ഞാനാണ് ഇവിടെ മാജിക് ചെയ്യുന്നത്. ഞാനാണ് ഇവിടെ മാജിക് ചെയ്യുന്നത്. തീർന്നില്ലടാ. ഞാനാണ് ചോദിച്ചത്. നീയൊക്കെ രണ്ടുപേരും ഭാര്യയും ഭർത്താക്കന്മാരും. അങ്ങനെ ചോദിച്ചാണോ? ഞങ്ങള് രണ്ടുപേരും ഭാര്യയും ഭർത്താവും ആണ്. പക്ഷെ ഉണ്ടല്ലേ, ഈ ചെറുക്ക എന്റെ അല്ല കേട്ടോ. മനസ്സിലായി. ഞാൻ ഇവളും ഭാര്യയും ഭർത്താവുമാണ്. ഈ ചെറുക്കണ്ടല്ലോ എന്റെ അല്ല. എടാ, നിന്റെ ഒരു തമാശ ഉണ്ടല്ലോ ഇപ്പൊ തരാൻ. ചേച്ചി, ചേട്ടൻ പറഞ്ഞ കേട്ടോ, ആ ചെറുക്കൻ ചേട്ടന്റെ അല്ലെന്ന് പറ. കാര്യം അത് അങ്ങനെ പറഞ്ഞ ശരിയാ. ഞങ്ങള് കെട്ടിയനും കെട്ടികളൊക്കെ ആയിരിക്കും, പക്ഷെ അത് അങ്ങനെ വെച്ചല്ല. കാര്യം ഞങ്ങള് കെട്ടിയനും കെട്ടികളൊക്കെ ആയിരിക്കും, പക്ഷെ അത് അങ്ങനെ വെച്ചല്ല. ഇത് പിന്നെ ആരുടെ വെച്ചാ? ഇത് ഞാൻ പണിക്ക് നിക്കണ വീട്ടിലെ സാറില്ലേ, സാറിന്റെ കൊച്ചാണ്. ഇത് പുള്ളിക്കറിയാവോ? അങ്ങേർക്ക് മാത്രോ? നാട്ടുകാർക്ക് മുഴുവനും അറിയാം. നാട്ടിൽ പാട്ടല്ലേ. ഭയങ്കര എന്തൊരു നാണകെട്ട കുടുംബം. എന്തൊരു നാണകെട്ട കുടുംബം. എന്റെ ദൈവമേ, ഈ പറഞ്ഞ സാറില്ലേ, ആവുക കൊറേ പൈസ തരും മാസാമാസം. പാശ്ചാത്യ സംസ്കാരം കേരളത്തിൽ എനിക്കറിയാൻ പാടില്ല. എടാ, നിനക്ക് നാണമില്ലടാ കണ്ണി കണ്ടവന്റെ കൊച്ചിന്റെ ബിസിനസ് ഏറ്റെടുക്കാൻ. സാറിനും കൊച്ചമ്മക്കും പണിയുണ്ട്. അവർക്ക് കൊച്ചിനെ കൊണ്ട് ഇതൊന്നും കാണിക്കാൻ നേരെയില്ല. അപ്പൊ ഞങ്ങളുടെ കൂടെ കാശും തന്ന് പറഞ്ഞു വിട്ടതാ. ഞങ്ങൾക്ക് കൊച്ചുകളില്ല, ഇത് സാറിന്റെ കൊച്ചാണ്. സാറിന്റെ കൊച്ചാണ്. അങ്ങനെ വന്നെയാണ്. താങ്ക് യു. അപ്പൊ ഞാൻ ആ പരിപാടി തുടങ്ങിക്കോട്ടെ. അപ്പം എന്റെ ആദ്യത്തെ ഐറ്റം. അയ്യോ, അത് എന്റെ ആദ്യത്തെ ഐറ്റം ആണ്. ഇതാണ് വേറെ ഐറ്റം. ഇതിനെ വെച്ച് മാജിക്കേ. അപ്പൊ ഇതാണ് എന്റെ ആദ്യത്തെ ഐറ്റം. എന്റെ ആദ്യത്തെ ഐറ്റമാണ് വാനിഷിംഗ്. തുണിയലക്കാൻ പോണേണാ? തുണിയലക്കാൻ പോണെന്ന് ഞാൻ വാനിഷിംഗ് എന്നല്ലേ പറഞ്ഞേ, അല്ലാതെ വാഷിംഗ് എന്നാണോ ഞാൻ പറഞ്ഞേ? നിങ്ങളെ ഈ ചെറുക്കനെ, ഞങ്ങളുടെ അല്ല മോലാളിയുടെ. എടാ, ആ ചെറുക്കനെ ഞാൻ ഈ ബോക്സിലോട്ട് കേറ്റുന്നു, മൂടുന്നു, മായ്ച്ചു കളയുന്നത്, ഇവനെ ഔട്ടാക്കി കളയുന്നത്. എന്നിട്ട് പിന്നെ ഞാൻ ഇവനെ തിരിച്ചു കൊണ്ടുവരും. മാറ്റി കളഞ്ഞ് ഞാൻ തിരിച്ചു കൊണ്ടുവരും. അപ്പൊ പരിപാടിയിലേക്ക് കിടക്കാം. ഓക്കെ ചെറുക്കാ, കയറാം. ഓക്കെ. അയ്യോ കൊച്ചിനെ കൊണ്ടല്ലോ. കണ്ണടയൊക്കെ വെച്ച് മുടിയൊക്കെ വാരി ചീകി. പിന്നെ പോണ വഴിക്ക് പലരും വഴിയിൽ നിന്ന് കയ്യും കണ്ടൊക്കെ കാണിക്കും. സിപ്പപ്പ് തരും, മുട്ടായി തരും, ഐസ്ക്രീം തരും. ഒന്നും മേടിച്ച് തിന്നാൻ പഴയുടെ കയ്യുന്നു. മക്കളെ വല്ലപ്പോഴൊക്കെ വിളിക്കണേടാ മാമനെ. ചെറുക്കൻ ഗൾഫിൽ പോവല്ല, പിന്നെ അവൻ ഇപ്പൊ തിരിച്ചു വരും. ചെറുക്ക് എന്താ എല്ലാരും കണ്ടല്ലോ. കണ്ടു. അവിടെ ഇരിമോനെ, അവിടെ ഇരിമോനെ. അപ്പൊ എന്നെ തുടങ്ങാൻ പോവാണ്. ഓക്കെ, മാജിക് ആരംഭിക്കുകയാണ്. ഇനിയാണ് മാജിക്. നിങ്ങളെ ഉണ്ണിക്കുട്ടനെ ഞാൻ തിരിച്ചു കൊണ്ടുവരാൻ പോവാണ്. കണ്ണഞ്ചിപ്പിക്കുന്ന മാജിക്. എല്ലാവരുടെയും കൺകെട്ടാൻ പോവാണ്. കൊച്ചെവിടെ? കൊച്ചിന്റെ കണ്ണാടി വന്നല്ലേ. അയ്യോ, ചെരുപ്പും വന്നല്ലേ. കൊച്ചിന്റെ ചെരുപ്പ്. ഇങ്ങനെ കൊച്ചിനെ പാഴ്സ് അല്ലാതെ ഒറ്റയടിക്ക് തരാൻ വല്ല വകുപ്പുണ്ടോ? ഒന്നുകൂടെ ശ്രമിച്ചു നോക്കാം അല്ലേ? ഉണ്ണിക്കുട്ടൻ ചെറുക്കാ, എവിടെ ഞാനും അതാ ആലോചിക്കുന്നത്.
അയ്യോ, അയ്യോ, ഉണ്ണിക്കുട്ടാ. എവിടെയാണ് നീ? നീ എവിടെയാണ്? എവിടെ പോവാണ്? ഓ, ദൈവമേ. അവിടെ അങ്ങനെ ഇരിപ്പുണ്ടോ? എന്റെ കൊച്ച്. ഉണ്ണി ഉണ്ണിയെ ഇല്ല, ചേട്ടാ. ചേട്ടാ, ചെറുക്ക ഇതെവിടെ പോ- എടാ, കൊച്ചിനെ കൊണ്ടുവന്നതാണോ? കൊച്ചിനെ കാണുന്നില്ലടാ. കൊഞ്ചുന്ന കിങ്ങിണി കെട്ടിത്തരാമമ്മ മോതിരമിട്ടു തരാം. സുമേ ആ, ആ ഇരിക്കണ മധു ബാലകൃഷ്ണനാണോ? ഉം. അപ്പുറത്തേക്ക് എം ജി ശ്രീകുമാറാണോ? അല്ല. ടോപ്പ് സിംഗറിന്റെ വേദിയാണോ? അല്ല. അവിടെ ചെയ്യേണ്ട സാധനം എന്തിനാ നീ ഇവിടെ വന്ന് ചെയ്യണത്? അത് ഇവിടെ ചെയ്യേണ്ട സാധനം മാത്രം ചെയ്യ്. അതല്ല, എന്നാ ഇത്? ഞാൻ ഈ പാട്ട് പാടിയാലേ ആ. കണ്ണടച്ച് ഇങ്ങനെ ചോറും പാപ്പം വെച്ചോണ്ടിരിക്കുമ്പോ എവിടെ ഒളിച്ചു നിന്നാലും ഓടി വന്ന് എന്റെ കയ്യിൽ നിന്ന് ചോറ് കടിച്ചോണ്ട് പോകും കൊച്ച്. അയ്യോ, എന്റെ കുട്ടാ. എവിടെ? എടാ, കുട്ടാ, കുട്ടാ. ചെറുക്ക എവിടെടാ? നീ ചുമ്മാ കളിക്കല്ലേ? വാടാ, ഇറങ്ങി ചുമ്മാ. ആവശ്യമില്ല. കുട്ടാ. മാമാ, കുട്ടുമ്മ, കുട്ടു. കുട്ടാ, കുട്ടുമ്മ, കുട്ടു. കുട്ടാ, കുട്ടുമ്മ, കുട്ടു. റീൽസ് ഭയങ്കര ഇഷ്ടമാണ്. ഈ കുട്ടുമ്മ കുട്ടു പാടി കഴിഞ്ഞാൽ അങ്ങ് ഓടിയെത്തും. അതിന് വേണ്ടി ഇട്ടതാണ്. പുത്തുമ്പി കൊറല മാമി തിലബലം തയ്യ. സുമേരി, വല്ലവനെ കൊച്ചിനെ കൊണ്ട് കളഞ്ഞിട്ട് അവിടെ പൂത്തുമ്പിയോ? ചെറുക്കൊക്കെ കണ്ടുപിടിയടി. മാമാ. അതെ, ചെറുക്ക എവിടെടാ? എവിടെടാ? വാടാ. അയ്യോ, 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 ചേട്ടാ, ചേട്ടാ, ചെറുക്കനിപ്പോ ഏറിലാണ് ദൈവമേ. ഞാനൊരു കാര്യം പറയാ. എനിക്ക് നിന്റെ കാര്യം ഓർക്കുമ്പോഴാ വിഷമം വരുന്നേ. അതിന് എന്നെ കാണാതെ പോയില്ലല്ലോ. ഈ കൊച്ചിന്റെ അച്ഛൻ ഈ പറഞ്ഞ മോലാളി ആരെന്നറിയാമോ? ആരാ? എൻകൗണ്ടർ പോലീസാണെന്ന്. സാറ് പോലീസാണ്. അമ്മ, അപ്പൊ അമ്മയോ? മോർച്ചറിലെ ഡോക്ടറാണ്. ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ. അപ്പൻ്റെ കിട്ടിയാ ഞാൻ ഡയറക്റ്റ് അമ്മയുടെ ചെന്നോ. അതാണ് അപ്പം വെടിവെക്കുന്ന അമ്മ ഇവിടെ ഓരോ ചെയ്യുന്ന. കൊച്ചിനെ കൊണ്ടുവന്നതാണോ ഒന്ന്? വേറൊരു കാര്യം പറയട്ടെ. ഈ കൊച്ചില്ലയോ, പണ്ട് 3 വയസ്സായപ്പം അവന്റെ സ്വർണത്തിന്റെ കാൽത്തള ഞാൻ എടുത്തോണ്ട് പോയി. അന്ന് ഈ എൻകൗണ്ടർ ആറുമുഖം ഇല്ലേ, എന്നെ വെടിവെച്ചിട്ടുണ്ടെന്ന്. എവിടെ? നീ ഇത് വെച്ച് ഇവിടെ നിന്ന് അടിച്ചാണ്, ഇനി ഇപ്പുറത്ത് വന്ന് അടിച്ചാണ്. ഇവിടെ നിന്ന് അടിച്ചു നോക്കിയേ. ഒരു സൗണ്ട് കേട്ടാ? അന്ന് വെടിവെച്ചില്ലേ, അതിനുശേഷം ഞാൻ സ്റ്റീലിന്റെ ചന്തയാണ് പിടിപ്പിച്ചേക്കണത്. ഇങ്ങനെ കൊട്ടുമ്പോ സൗണ്ട് കേൾക്കും. എനിക്ക് അതുകൊണ്ട് എന്തുവാ, പകൽ സമയത്ത് കസേരയിലൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. ഈ കിണിഞ്ഞാന്ന് സൗണ്ട് കേട്ടോണ്ട് പിള്ളാര് പാലൈസക്ക് മേടിക്കാൻ വേണ്ടി പൈസയും കൊണ്ട് വരും. എന്തൊരവസ്ഥയാണ്. നീ ആ ചെറുക്കനെയാണ് കളഞ്ഞേക്കണം. നിന്റെ എവിടൊക്കെ വെടിവെക്കൂന്ന് എനിക്കറിഞ്ഞൂടാ. എന്തായാലും എൻകൗണ്ടർ വന്ന് എന്നെ എവനെയും വെടിവെക്കൂ. ഞാൻ ചത്തുപോയി കഴിഞ്ഞാൽ നീ ഒറ്റയ്ക്ക് ജീവിക്കുവോ? എങ്ങനെ ജീവിക്കും ചേട്ടാ? നീ എന്തായാലും ഒരു ഭർത്താവ് പറഞ്ഞൂടാ, നീ ആ മനോഹരനെ കെട്ടണം. ഓട്ടർ ചോടിക്കാൻ പോണല്ലേ? അത് തന്നെ. അത് വേണ്ട, അനിയൻ സുധാകരൻ മതി. ഗവൺമെന്റ് പോലെ എന്നും ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് അയക്കും. ആവാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചേക്കുവാണല്ലേ? അതിനെ മതിയോ? അത് മതി. നിനക്ക് ഞാൻ തരാടി. ചെറുക്കനെ എടുത്തരാൻ പറ. കുട്ടനെ എവിടെയാടാ? ബഹളം ഉണ്ടാക്കരുത്. ഇതുവരെ മാജിക് ചരിത്രത്തിൽ ആരും ചെയ്യാത്ത ഒരു ഐറ്റം ഞാൻ ചെയ്യാൻ പോവാ. എന്തുവാണ്? ചെറുക്കനെ ഏറെ നിൽക്കുമല്ലേ? ചെറുക്കന് ഏറ്റവും പ്രിയപ്പെട്ടല്ലേ തന്റെ ഈ ഭാര്യ. ഞാൻ ഈ ഭാര്യയെ ഇതിന്റെ അകത്ത് കയറ്റി വിടും. ചേച്ചി ഏറി ചെന്ന് ചെറുക്കനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചിട്ടുള്ളൂ. കേറട്ടെ. അപ്പൊ എനിക്ക് അവസാനമായിട്ട് എന്തേലും പറയാനുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല. ഞാൻ പോയിട്ട് വന്നവരെ എങ്ങും പോയി കളയല്ലേ, ഇവിടെ തന്നെ നിൽക്കണേ. ഇല്ലല്ലോ, ഒന്നും പറയല്ല. മോൻ പെട്ടെന്ന് ചെറുക്കനെ കേറി ചേച്ചി, കേറി ചേച്ചി. അടക്ക്. സുഹൃത്തെ, താങ്കളെ ഭാര്യയെ വിസിബിൾ ആക്കാൻ പോവാണ്. ഇതാ നിങ്ങൾ കാത്തിരുന്ന നിങ്ങളെ ഭാര്യമാരും ഒന്നിച്ച് തിരിച്ചു വന്നിരിക്കുന്നു. നല്ലൊരു കയ്യടി. എവിടായിരുന്നാ നീ? എവിടെ ഏറലായിരുന്നാ നീ? അയ്യോ, ചെറുക്കനെ കിട്ടി. ഹാപ്പി ആയേ? അയ്യോ, ഭയങ്കരമായിട്ട് ഹാപ്പി. കാരണം ചെന്നില്ലെങ്കിൽ അറിയാലോ എൻകൗണ്ടർ. എന്നെ കൊന്നുകളയാള്. ചെരുപ്പിട്, കണ്ണാടിയുടെ നിന്റെ അച്ഛൻ തിരക്കും. വാ, വേമ്പിട്ടോ വേമ്പിട്ടോ. ഓക്കെ, ടാറ്റാ. ടാറ്റ ടാറ്റ. ചേട്ടാ, ചേട്ടാ, ഞാനിവിടെ ഏറിലാണ് ചേട്ടാ. കുഴപ്പമില്ലടി, കേരളത്തിൽ പല ആൾക്കാർ ഏറലുണ്ട്. അപ്പൊ നിനക്ക് കൂട്ടിനൊരാളാവും. നീ എവിടെ നിന്നോ? നിനക്ക് നിന്റെ ഭാര്യ വേണ്ടേ? നിനക്ക് നിന്റെ ഭാര്യ വേണ്ടേ? നിനക്ക് ഇവിടെ എത്ര രൂപയാണ് ശമ്പളം? 2000 രൂപ. 2000 രൂപ. എടാ, ഞാൻ എവളും കൂടി ഡിവോഴ്സിന്റെ വക്ക് വരെ എത്തി. 80,000 രൂപ വക്കീല് മേടിച്ചു. അന്ന് എന്റെ തലേന്ന് പോവാത്ത ഈ സാധനത്തിന് 2000 രൂപയ്ക്ക് ജോലി ചെയ്യണം. നീ കളഞ്ഞല്ലോടാ. നിന്നെ വേണം സമ്മതിക്കാൻ. അപ്പൊ ഭാര്യ വേണ്ട? ഭാര്യ വേണ്ട. അതുകൊണ്ട് നിനക്ക് ഞാനൊരു 10,000 രൂപ അങ്ങ് തരും. ശരിക്കും? ശരിക്കും. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഉദേശ്, ദീപ്തി, വിഷ്ണു, നല്ല രസമുണ്ടായിരുന്നു. ഒരു ഉഗ്രൻ സ്കിറ്റായിരുന്നു. നല്ല രസമായിട്ട് നിങ്ങൾ പ്ലേ ചെയ്തു. കാര്യം നമ്മൾ ചിന്തിക്കാത്ത, ഇതുവരെ കാണാത്തൊരു ഫോമാറ്റ് നിങ്ങൾ പിടിച്ചു എന്നുള്ള. ആ പ്ലേ നല്ലതായിരുന്നു, ആശയം കൊള്ളായിരുന്നു. ഇനി ബാക്കിയുള്ള അഭിപ്രായങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. മണിക്കൂട്ട,
നല്ല രസമായിരുന്നു. താങ്ക് യു. താങ്ക് യു. നിങ്ങൾ സർക്കസ് കാണാൻ മജീഷ്യൻ്റെ അടുത്ത് കൊണ്ടുപോയതുമല്ല, നമ്മൾ അങ്ങനെയല്ലായിരുന്നു. നമ്മൾ നല്ല രസകരമായിട്ട് തന്നെ നിങ്ങൾ കൊണ്ടുപോയി നമ്മളെ ചീറ്റ് ചെയ്തില്ല. ഓഡിയൻസിനെയും കൂടെ മിങ്കിൾ ചെയ്യിപ്പിച്ചുകൊണ്ട് അതൊരു നന്നായിട്ട് കൊണ്ടുപോയി. ആ ഏരിയ അവിടെ ഇരുന്നവരായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, എന്നിട്ട് അങ്ങോട്ട് വിളിച്ചു. വാനിഷിങ് ആ സംഭവം അത് ഗംഭീരമായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ദീപ്തിക്കൊക്കെ എനിക്ക് കുറച്ച് മാജിക്കിലൊക്കെ പോകാൻ തോന്നുന്നു കേട്ടോ. ഞാൻ മാജിക് ഷോ ചെയ്തിട്ടുണ്ട്. ഞാനൊരു 8ാം ക്ലാസ് മുതൽ എൻ്റെ കല്യാണം വരെ ഒരുപാട് വർഷം ഇവിടെ എറണാകുളത്ത് തന്നെയുള്ള രാമേന്ദ്രൻ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ ഇവിടെ മാജിക് ഷോയിൽ ഇതുപോലെ എല്ലാം ഇതെല്ലാം പറഞ്ഞു കൊടുത്ത ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുത്ത ദീപ്തി ആയിരിക്കും. അല്ല, അത് ഇവിടെ തന്നെ ചെയ്തിട്ടുള്ള ആളാണ്. എന്തായിരുന്നു ഐറ്റം? എന്തായിരുന്നു ഇങ്ങനെ വാനിഷിംഗ് പരിപാടിയായിരുന്നോ അതോ കൂടുതൽ ജോമെട്രി, മുറിച്ചു മാറ്റല്, അങ്ങനെ കിടക്കണം, നടുവിന് മുറിക്കണം, അങ്ങനത്തെ എല്ലാത്തിലും കയറുന്ന ആള് ഞാനായിരുന്നു. പിന്നെ ഓക്കെ ആയിരുന്നു. നമുക്കൊരു മാജിക് ഷോ, ഒരു ഫൺ എലമെന്റ് ഉള്ള ഒരു മാജിക് ഷോ അത് കാണാൻ വരുന്ന കുടുംബത്തെയും കാണാൻ സാധിച്ചു. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു. താങ്ക് യു. നന്നായിരുന്നു കേട്ടോ, നന്നായിരുന്നു. ഇത് ശരിക്കും സുധീഷും ഫാമിലിയും അതുപോലെ തന്നെ വിഷ്ണു നന്നായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ഹ്യൂമർ ഉണ്ടായിരുന്നു. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു കേട്ടത്. പിന്നെ നിങ്ങളുടെ ടൈമിങ്, ആ സാധനത്തിനെ വാനിഷ് ചെയ്യാനുള്ളതും മറ്റേയാളെ പ്രത്യക്ഷപ്പെടുത്താനുള്ളതും അതൊക്കെ വളരെ കറക്റ്റായി. ഒരു അത്ഭുതം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ക്ലൈമാക്സും ഈ പറഞ്ഞു വിട്ട് വലിയ കുഴപ്പമില്ലാത്തൊരു സാധനമായിരുന്നു. നല്ല കളർഫുൾ ആയിരുന്നു കേട്ടോ. എന്തായാലും നല്ല കളർഫുൾ, നല്ല സാധനമായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. സുധീഷേ, വിഷ്ണു, ദീപ്തി നല്ല സൂപ്പർ പ്ലെയർ ആണ് കേട്ടോ. അടിച്ചു പൊളിച്ചെന്ന് പറയാം. കാര്യം എനിക്ക് സുധീഷൊക്കെ അറമാദിച്ചു സ്റ്റേജിൽ കയറിയിട്ട്. അതായത് സുധീഷ് വന്ന തുടക്കത്തിൽ ദീപ്തിയായിട്ട് വന്ന് കൊച്ചുമായിട്ട് വന്നതിന് ശേഷം ഇവിടെ വന്നു. അപ്പോൾ ദീപ്തി ഫസ്റ്റ് പറഞ്ഞ ഡയലോഗ് തന്നെ വൻ ഹ്യൂമറായിരുന്നു. അതായത് ഇനി എന്ന് സ്ത്രീകൾ സർക്കസ് ചുരിദാറിടാൻ അന്ന് ഇയാൾ സർക്കസ് കഴിച്ച് നിർത്തും. അപ്പോൾ തന്നെ നമുക്ക് ക്യാരക്ടർ പിടികിട്ടി. പിന്നെ പുള്ളി നേരെ നിങ്ങൾ ഇവിടെ വന്നുള്ള പ്ലേ ഒക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ആ കൂവിച്ച പരിപാടികളും പിന്നെ കൺഫ്യൂഷൻ, നിങ്ങൾ തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കിയില്ലേ, ഇത് ചേട്ടൻ്റെ ഭാര്യ, അത് നല്ല ഉഗ്രം പ്ലേ ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അതിനുശേഷം ദീപ്തി തിരിച്ച് പറയുന്നു പിന്നെ കൊച്ചിയാടെ അല്ല, അത് ആ സെഗ്മെൻ്റൊക്കെ നല്ല രസമായിട്ട് വന്നു. ഇനിയും നല്ല സ്കിറ്റുകളൊക്കെ ആയിട്ട് വരിക 3 പേർക്കും. അപ്പോൾ മാർക്കിലേക്ക് കിടക്കാം. അപ്പോൾ മണിക്കൂട്ടൻ ഞാനൊരു 12,000 രൂപ തരാം. അപ്പോൾ മണിക്കൂട്ടൻ 12,000 തന്നിരിക്കുന്നു. ഇനി ബിജുക്കുട്ട ഞാനൊരു 1000 രൂപ കൂട്ടിയിട്ട് 13,000 രൂപ. അപ്പോൾ 12, 13 25,000 ആയിട്ടുണ്ട്. ബാക്കി ഇനി ഞാൻ തന്നേക്കാം. പറഞ്ഞു വിഷ്ണു എന്താ പറയുക? ഇതിന് സൈന്ധവന് തീർച്ചയായിട്ടും ഞങ്ങൾ സൈന്ദവന്റെ അടുത്ത് പറഞ്ഞു മൈക്കില്ല കയ്യെന്ന് എന്തെങ്കിലും ഇട്ടാ പിള്ളേര് പറയും, പക്ഷെ ഞങ്ങള് തെറ്റിക്കും. അല്ല, അവൻ അത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോട്ടെ. കാരണം 4മതൊരു ആർട്ടിസ്റ്റാണ് അവൻ. വലിയൊരു ആർട്ടിസ്റ്റ് തന്നെയാണ് കൊടുത്തത്. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഒരു പയ്യനെ പോലെ ഒരു ആക്ഷന് പോലും നിങ്ങളെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ അവൻ ചെയ്തു. മിണ്ടാൻ പാടില്ല. ഒരു പ്രാവശ്യമൊക്കെ മിണ്ടി നിന്നി കുഴപ്പമൊന്നുമില്ല എന്നുള്ളത്. പക്ഷെ അവൻ അതുപോലെ സൈലന്റ് ആക്കിയിട്ട് നല്ല കറക്റ്റായിട്ട് 3മതൊരാളില്ല എന്നുള്ള സെറ്റപ്പിൽ എന്തായാലും ഒരു മോൻ വേണമല്ലോ, അത് കറക്റ്റായിട്ട് പക്കയായിട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി നല്ല സ്കിറ്റുകളായിട്ട് വരിക, പൊളിച്ചെടുക്കാം. 3 പേർക്ക് ഓൾ ദി ബെസ്റ്റ്. ബിച്ചേട്ടാ, അടുത്ത ടീമിനെ പറ്റി എന്തെങ്കിലും ഒരു ക്ലൂ ഉണ്ടോ നിങ്ങളുടെ മനസ്സിൽ? ക്ലൂ പറയാനായിട്ടാണെങ്കിൽ എന്തായാലും നല്ല ഐറ്റം ടീമിനെ വിടണം. നമ്മുടെ നാട്ടിലെ കോമഡി ആ സെഗ്മെന്റിലുള്ള ഒരാളെയും നമ്മുടെ മുന്നേ ഉള്ള ഒരു ടീമിലെ ആൾക്കാരെയും വെച്ച് ഒരു മിക്സപ്പ് ചെയ്തൊരു ടീമാണ് ഇനി വരാൻ പോകുന്നത്. ആദ്യത്തെ പേരെന്ന് പറഞ്ഞാൽ നാട്ടിലെ കോമഡിക്കാരിൽ നിന്ന് വന്നാക്കണ ഒരാള്, അത് സുജ. അപ്പൊ ഇവിടെ പെർഫോം ചെയ്ത 2 പേരുണ്ട്. ഒന്ന് ഷാൻ, മറ്റേ ആൾ ഐശ്വര്യ. അപ്പൊ നമുക്ക് സാധനം ചെയ്യാം. ഷാൻ, ഐശ്വര്യ ആൻഡ് സുജ. വരുവല്ലേടി, ഇങ്ങോട്ട് വാ. ഇവിടെ വന്ന് നിക്ക്. എന്താ പറയാ? ഞാൻ നിങ്ങളുടെ ഭാര്യയാണോ? നിങ്ങളെ എന്റെ ഭർത്താവാണോ? പിന്നെ അപ്പൊ നിങ്ങളെ തല്ലിയവരെ തിരിച്ച് തല്ലിയിട്ടേ നമ്മൾ ഇവിടുന്ന് പോകൂ. പാടി അങ്ങനെ വാടി പോകാനുള്ളതല്ല. നിങ്ങളെ തല്ലിയവനെ തിരിച്ച് തല്ലിയിട്ടേ വാണി ഇവിടുന്ന് പോകൂന്ന്. ഒരു പ്രശ്നപ്പെട്ടടി പോലെ നമുക്ക് പോവാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളൊരാണാണോ? മെനഞ്ഞാന്ന് PTA സ്കൂളിൽ ചെന്ന് ഇങ്ങനെ ഞെളിഞ്ഞ് നിന്നപ്പോ ആലോചിച്ചില്ലേ ഞാൻ ആണാന്ന്? വിളിച്ചു പറയാൻ നിൽക്കരുത്. മര്യാദയ്ക്ക് അയാളെ വിളിച്ചും കൂടെ ഇറങ്ങ്. വല്ലാത്തൊരു കഷ്ടം കേട്ടോ നിന്റെ കാര്യം.
എടി ഇവിടെ ഒന്നും ആരും ഇല്ലെന്നാ തോന്നുന്നു. അയാൾ ഉള്ളി കാണൂന്ന്. പിന്നെ ഇത്ര റിസ്ക് എടുത്ത് നിൽക്കുന്ന ഒരു മനുഷ്യൻ നമ്മൾ വിളിച്ചിറക്കേണ്ട കാര്യമുണ്ടോ? എന്തോന്ന് അയാൾ ഉള്ളി കയറി ഇങ്ങനെ നിൽക്കുമെന്ന് പറഞ്ഞു. അയ്യോ, മാട്ട കോമഡി അടിക്കാൻ നിങ്ങൾക്ക് നാണമല്ലേ? അതെ മനുഷ്യ, നിങ്ങളെ തല്ലി അവനെ തിരിച്ച് തല്ലിയിട്ടേ വാണി ഈ മുടി കെട്ടുമെന്ന് ആൾക്കൂട്ടത്ത് പോയി ശപഥം ചെയ്തേക്കുക. ആര് പറഞ്ഞെടുത്ത് ശപഥം ചെയ്യാൻ? ആര് പറഞ്ഞു? അത് പിന്നെ മഹേഷിന്റെ പ്രതികാര സിനിമ കണ്ടോണ്ടിരിക്കുമ്പോഴല്ലേ നിങ്ങൾ തല്ലും മേടിച്ചോണ്ട് വന്നേക്കുന്നത്. പോരാത്തതിന് ഇപ്പൊ എന്തോരം ഫാഷനാന്ന് അറിയാമോ മുടിയില്? ഇങ്ങനെ ചുരുട്ടിക്കെട്ടുന്നു, അങ്ങനെ ചുരുട്ടിക്കെട്ടുന്നു, അമ്പ് കെട്ടുന്നു, ബോഡി ടെയില് കെട്ടുന്നു, കണ്ടിട്ട് കൊതിയാവുക. അവനെ തിരിച്ച് തല്ലിയിട്ട് വേണം വാണീനെ മുടി ഒന്ന് തിരിച്ച് കെട്ടി വെക്കാൻ. വിളിച്ചിറക്ക്. നീ വെപ്പറളപ്പെടാ, ഞാൻ വിളിക്കാം. കുത്തമ്മേണ്ണോ, കുത്തമ്മേണ്ണ, നിങ്ങളെ കൊച്ചച്ഛൻ അതിനകത്ത് ഇരിക്കുന്നേ. മര്യാദയ്ക്ക് അങ്ങോട്ട് വിളിച്ചിറക്ക്. എടാ പുത്തമ്പുറയ്ക്കൽ ഉത്തമ ഇറങ്ങി വാടാ, അങ്ങനെ പറ. ആര് പറയാൻ? അറിയൂല, എനിക്കറിയാം. പുത്തമ്പുറയ്ക്കൽ ഉത്തമാന്നൊക്കെ പറയുമ്പോ മേലൊന്ന് ഇളകും, വേർക്കും. അങ്ങോട്ട് എടാ ഇറങ്ങി വാടാ. ഇന്ന് നിന്നെ കുഞ്ഞമ്മയുടെ മാപ്പിള പോടാണെന്ന് എല്ലാം ഞാൻ പാട്ട്. ഇത്രയൊക്കെ പേക്കൂത്ത് ഇവിടെ കാണിച്ചു വെച്ചിട്ട് നിന്റെ ചെവിക്ക് താപ്പടിച്ചു വെച്ചേക്കുന്നു. ഇറങ്ങി വാടാ. ആരാ ഉമ്മറത്ത്? ആരാ? വാണി ആകാശ്. അതങ്ങനെയല്ലല്ലോ, ആകാശവാണി എന്നല്ലേ? വാർത്തകൾ വായിക്കുന്ന ആകാശവാണി. ഇത് വായിലിരിക്കുന്ന പറയുന്ന വാണി ആകാശ്. വന്ന കാര്യം പറ. ഭർത്താവ് ഉത്തമൻ തന്നെയാണോ? അതെ, ഉത്തമൻ തന്നെയാണ്. ചേച്ചി വേറെ മൂടില്ല. മനുഷ്യ, നിങ്ങളുടെ ഉത്തമനായ ഭർത്താവ് ഒരു കഴമ്പില്ലാത്ത എന്റെ ഭർത്താവിനെ തല്ലിയേക്കുന്നു. കഴമ്പില്ലാത്ത? കുഴമ്പ് തേച്ച് നിൽക്കുന്ന എന്റെ ഭർത്താവിനെ തല്ലിയേക്കുന്നു. തിരിച്ച് തല്ലാതെ വാണി ഇവിടുന്ന് പോകൂല. അയ്യോ, എന്നാ 3:30 വരേണ്ടതായിരുന്നു കേട്ടാ. അതെന്ത്? 4:30 ഫ്ലൈറ്റിന് അയാൾ അങ്ങ് ദുബായി പോയി. അലാറം വെച്ചാ മതിയായിരുന്നു. വിട്ടുപോയി. വിളി പുന്നപ്ര ബൈജുനെ വിളി. ദുബായിലേക്ക് 2 ടിക്കറ്റ്. ഇന്ന് രാവിലെ നമ്മൾ ദുബായിക്ക് പോകുന്നു. ഉച്ചരാകുമ്പോ അവിടെ എത്തുന്നു. 4 മണിക്ക് അയാളെ തല്ലുന്നു. അടിയും കിട്ടി. നമ്മൾ സന്ധ്യ ആകുമ്പോഴത്തേക്ക് തിരിച്ച് വീട്ടിൽ പിടിക്കുന്നു. ഏത്? പുതുകുളം പഞ്ചായത്ത് വിട്ട് വെളിയിൽ പോവാത്തല്ല, ദുബായി പോയി അടിക്കാൻ പോകുന്നു. നിനക്ക് വല്ല ഭ്രാന്തും ഉണ്ടോടി? എനിക്കതൊന്നും അറിയണ്ട. എനിക്ക് ദുബായി പോണം, അയാൾ തല്ലണം തിരിച്ച് വരണമെന്ന്. എനിക്ക് പെരുപ്പ് കയറുന്നുണ്ട്. ദുബായി പോണം, അയാൾ തല്ലണം തിരിച്ച് വരണം. എനിക്ക് ദുബായി പോണെന്ന് കൺഫേം ആയാ? എന്നാ എന്റെ ചേട്ട ഒരു ഉപ്പ മീനച്ചാറ് മറന്നു വെച്ചിട്ട് പോയി അതുകൂടെ ഒന്ന് കൊടുക്കോ. തേങ്ങ, എനിക്ക് വേറൊന്നും പണിയില്ലല്ലോ. എനിക്ക് ദുബായി പോണോന്ന്. എടി, അതിന് പാസ്പോർട്ട് വേണോന്ന്? എടുക്കണം. അത് 10ാം ക്ലാസ് ജയിക്കണം. അത് പിന്നെ ഞാൻ അറിഞ്ഞോ നിങ്ങൾ ഭാവിയിൽ തല്ലും കൊണ്ട് ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കുമെന്ന്? എനിക്ക് ദുബായി പോണോ. ചേട്ട വിളിക്കണ. ഹലോ ഹലോ ചേട്ടാ. മോളൂസേ, ഞാനിഞ്ഞ് എത്തി കേട്ടോ, ദുബായിലെത്തി. ഓ, നേരത്തെ എത്തിയാ? നേരത്തെ എത്തി. സുഖമായിട്ടിരിക്കുന്നല്ലോ? സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. നിങ്ങൾ സുഖമായിട്ടൊക്കെ ഇരിക്കണ? സുഖമായിട്ടിരിക്കണം. സൂക്ഷിക്കണം കേട്ടോ, നിന്റെ ഗ്ലാമറൊക്കെ പഴയതുപോലെ വീണ്ടും അടുത്ത വർഷം ഞാൻ വരാനുള്ളതാണ് കേട്ടോ. ഓ, സൂക്ഷിക്കുന്നുണ്ട് കേട്ടാ. അതെ, നിങ്ങളെ നോക്കി 2 പേര് ഇവിടെ വന്നിട്ടുണ്ട്. എന്നാ തിരികെയോ? വാ. ആര്? ഒരു പെണ്ണും ഒരു മാപ്പിളയുണ്ട്. കൊടുക്കട്ടാ. എന്റെ ചേട്ടൻ. ഹലോ, നമസ്കാരം. ഓർമ്മയുണ്ടോ? എന്നെ അങ്ങോട്ട് ഓർമ്മയുണ്ടല്ലോ അല്ലേ? മറക്കാൻ പറ്റുമോ? അതെ. എന്ത് പറ്റി ഇപ്പം? അതെ, ഭാര്യ മുടി കെട്ടുന്നില്ല. അയ്യോ, ഞാൻ ലീവ് കഴിഞ്ഞ് വന്നല്ലോ. ഇനിയിപ്പോ 2 വർഷം കഴിഞ്ഞിട്ട് വരും. അപ്പൊ വരുമ്പം കെട്ടിക്കൊടുത്താ മതിയോ? അല്ലല്ല, നിങ്ങൾ എന്നെ അടിച്ചല്ലോ. ഇത് ഞാൻ നിങ്ങളെ തിരിച്ചടിച്ചട്ടെ അവള് മുടി കെട്ടുന്നുള്ള ഒരേ പ്രതിജ്ഞ. എന്നാ പിന്നെ അവളടുത്തങ്ങ് മുട്ട അടിച്ച് കളയാൻ പറ. അതേ നടക്കത്തുള്ളൂ. അതെന്ത്? അല്ല, ഞാൻ വരാൻ എങ്ങനെയാണെങ്കിലും 2-2.5 വർഷമൊക്കെ കഴിയും. പ്ലീസ്, എങ്ങനെയെങ്കിലും 2 ദിവസം ലീവ് എടുത്ത് എങ്ങനെയെങ്കിലും ഒന്ന് വരുമോ? എന്താന്ന്? 2 ദിവസം ലീവ് എടുത്ത് എങ്ങനെയെങ്കിലും ഒന്ന് വരും. എനിക്കൊന്ന് തല്ലാനാ. നിനക്ക് അടിക്കാൻ വേണ്ടി ഞാൻ ലീവ് എടുത്ത് വരണം അല്ലേ? നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കൊന്നും പറയാനില്ല. വെച്ചിട്ട് പോടാ, എന്നെ കൂടെ അടി പിടിച്ചിട്ടാ. നിങ്ങളുടെ ഭർത്താവിന്റെ ഫോൺ. എടേ, അഹങ്കാരത്തിന്റെ മോന മോളെ, അങ്ങേരെ ദുബായി പോയിട്ടായാലും തിരിച്ചടിച്ചിട്ടേ വാണി വരത്തുള്ളൂ. നിങ്ങൾ ദുബായിൽ പോവയോ ഉത്തമനെ തല്ലുകയോ എന്തൊരു വേണം ചെയ്തോ, എനിക്കൊരു പ്രശ്നമല്ല. പക്ഷെ എന്റെ ഈ ചെടിച്ചട്ടി എല്ലാം ഇങ്ങനെ നശിപ്പിച്ചിട്ടിരിക്കുന്നത് ആര്? ഞാൻ. എന്ത്? ഈ ചെടിച്ചട്ടി എല്ലാം സെറ്റ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് പോയാ മതി, അല്ലെങ്കിൽ എന്റെ കരുത്ത് നിങ്ങൾ അറിയും. കരുത്തറിയുന്നു. അച്ഛൻ്റെ എങ്ങ് വിളിക്കേ. ചെണ്ടേ എവിടെ? നിന്നെ തന്നെ. എന്റെ ഭർത്താവിനെ അടിക്കുന്നോടി. എന്റെ അടുത്ത് കൂടുതൽ വളച്ചെടുക്കരുത്.
നീ എന്തായിരുന്നു പറഞ്ഞ എന്നെ വിളിച്ചോണ്ട് വന്നത്? ഭർത്താവിനെ തല്ലിയതിന് തിരിച്ചു ചോദിക്കാനെന്നും പറഞ്ഞിട്ട് ഭാര്യയുടെ നടി മേടിച്ചോണ്ടേക്കുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അതെ, ഇനി ഭാര്യയെ തിരിച്ച് തല്ലിയിട്ടെ കണ്ണെഴുതു പൊട്ടുകൊട്ടു ജാതെഴുതൊന്നും പറയരുത്. നമ്മൾ ഉദ്ദേശിച്ച ആളല്ല അവള്. അവള് ഇങ്ങോട്ട് നോക്കടി ഭ്രാന്തി. ബോക്സിംഗില് ഗോൾഡ് മെഡൽ നേടിയ ഊർമിളയ്ക്ക് അഭിനന്ദനങ്ങള്. എന്റെ പൊന്നണ്ണ, നമുക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പോകാന്നേ. പോടോന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതെ, ഇപ്പല്ല ശരിയായില്ല, ഒന്നും ശരിയായിട്ടില്ല. എന്റെ റോസയും ഓർക്കിഡും ആന്തോറും എല്ലാം ഇവിടെ വച്ചിട്ട് നീ പോയാ മതി. ചേട്ടാ, റോസ് ഓർക്കിഡൊക്കെ വെച്ചു കൊടുക്കണോന്ന്. റോസ് ഓർക്കിഡൊക്കെ ഞാൻ എവിടെയെങ്കിലും പോയി സംഘടിപ്പിച്ചോണ്ട് വരാം. ഈ ആന്തൂറിയൊക്കെ ഞാൻ എവിടുന്നാണ് ഈ സംഘടിപ്പിക്കണ്ടേ? അതെ, അത് നടക്കില്ല. അത് നടക്കണം. ഞാൻ പിള്ളയെ പോലെ കൊണ്ട് നടത്തിയിരുന്നതാണ്. അതെന്താ രാവിലെ കുളിച്ചൊരുക്കി സ്കൂളിൽ വിടുവോ? സ്കൂൾ വിടണോ ഇല്ലയോ, എനിക്ക് ഇതുപോലെ സെറ്റായി കിട്ടണം. ഇല്ലെങ്കിൽ നിന്റെ പെണ്ണുപിള്ള എവിടെയാടാ? വാടാ വാടാ, കഴിച്ചു വാടാ. ഹലോ, ഇവിടെ ഇവിടെ നമ്മളെ കുടുംബശ്രീയിലെ പെണ്ണുങ്ങളൊക്കെ ഉണ്ടല്ലേ. എടി ആനമറുതേ, ഇനി ധൈര്യം ഉണ്ടെങ്കിൽ നീ ഞങ്ങളിലൊന്നിനെ തൊട്ട് നോക്കടി. എന്റെ ധൈര്യം നിനക്ക് ഞാൻ കാണിച്ചു തരാടി. ഇങ്ങോട്ട് ആകാശത്തല്ലടി തറയിൽ. അപ്പോഴേ പറഞ്ഞ ഞാൻ ഇതും മേടിച്ചോണ്ട് വീട്ടിൽ ഇരുന്നോളാന്ന് കേക്കോ. ഇനി എന്തോ ചെയ്യൂ? പോയി താക്കോല് മേടിച്ച് അവളെ അടിച്ചിട്ട് പാടി. കള്ളക്കളി കള്ളക്കളി കള്ളക്കളി. അവക്ക് ബോക്സിംഗ് അറിഞ്ഞൂടാ. അറിഞ്ഞൂടെ? ഞാൻ പറഞ്ഞു തരാം. ആദ്യത്തെ പഞ്ച് ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. അയ്യോ, ഒരു ഇടിക്ക് വീണ് വന്നപ്പോ എന്തായിരുന്നു? വാണി പാടൂല, വീഴൂല, മറിയൂല, ആ കടക്കണ് വെട്ടിയിട്ട പോത്ത് കണക്ക്. എടി കണ്ണൂർക്ക് നടക്കൂല. ഐറ്റുണ്ട് 36 തൊഴിലുറപ്പ് പെണ്ണുങ്ങളെ പേടി സ്വപ്നം. ADM സേലിയാമെ ഒരിടിക്ക് ബോധം കെടുത്തിയവൾ. കൊട്ടക്കുളം പഞ്ചായത്തിന്റെ ഒരേ ഒരു ഉരുക്കു വനിത വാണി ആകാശ്. यात्रियों को श्रद्धा के लिए वाणी का गाड़ी प्लेटफॉर्म 1 में आ गया. മാറിക്ക്, ട്രെയിൻ പോവാൻ സമയമായിരുന്നു. എല്ലാരും കൂടെ എങ്ങനെ കൂട്ടം കൂടി എന്ന് അടിക്കരുത്. ഒറ്റയ്ക്ക് അടിക്കണം. ഒറ്റയ്ക്കേ ഉള്ളൂ, സാരമില്ല. കണ്ണൂർ എനിക്ക് പോണം വീട്ടില്. ഉയിര് കിടന്ന ഊഞ്ഞാലി അടിയെങ്കിലും ജീവിക്കാൻ നമുക്ക് പോവാം. താക്കോല് മുടി. മുടിയോ? എന്റെ മുടി എങ്ങനെ കെട്ടു? അതിന് തല ഉണ്ടെങ്കിലേ മുടി കെട്ടാൻ പറ്റൂ. ചെയ്യാൻ പോണ്. ഞാൻ ഒരു ഡിമാൻഡ് വെക്കാം. നിങ്ങൾ ചെടിച്ചട്ടി ശരിയാക്കി തരണ്ട, താക്കോലും തിരിച്ചു തരാം. എനിക്ക് ഇവളെ കൊണ്ട് ആവശ്യമുണ്ട്. എവളെ കൊണ്ട് നിങ്ങൾക്ക് എന്തൊരു ആവശ്യം? ഞായറാഴ്ച മുംബൈയിൽ ഒരു മാച്ച് ഉണ്ട്. അതിന് എന്റെ പിള്ളേർക്ക് ഡമ്മി ആയിട്ട് ഇവളെ വേണം. ഡമ്മിയായിട്ട് കൊണ്ടുപോയാലേ എന്റെ പിള്ളേർക്ക് മമ്മി ഇല്ലാതാവും. അത് ഇവള് നേരത്തെ അറിയണമായിരുന്നു. ഷാൻ, സുജ, ഐശ്വര്യ, ഒരു 5 മിനിറ്റ് താമസിച്ചിരുന്നെങ്കിൽ നിങ്ങളെ 3 പേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അമ്മാതിരി പറന്നുള്ള പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ആ ഇടി വീഴ്ച എല്ലാ പരിപാടിയും അടിപൊളി. 100 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കണം എന്നുള്ളതാണ്.
താങ്ക് യു സർ. താങ്ക് യു സർ. അപ്പൊ ഇനി നമുക്ക് അഭിപ്രായത്തിലേക്ക് പോവാം. ആദ്യം ബിജിക്കുണ്ടിൽ തുടങ്ങാം. ഷാനെ, സുജ, ഐശ്വര്യ ഗംഭീരമായിരുന്നു കേട്ടോ. ഗംഭീര താങ്ക് യു. താങ്ക് യു സർ. എനിക്ക് തോന്നുന്നു സുജ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ നാട്ടിലെ കോമഡിക്കാരുടെ കൂടെ വന്നാണല്ലേ? അതെ സാർ. അതെ. അതിന് സിൽവർ പഞ്ചടിച്ചല്ലേ? അതെ. ഓക്കെ. എങ്ങനെയുണ്ട് നാട്ടിലെ അവരുടെയൊക്കെ സപ്പോർട്ടും കാര്യങ്ങളും? അവരുടെയൊക്കെ മനസ്സിൽ എന്താണ്? നാട്ടിലൊക്കെ ഫ്ലക്സ് വെച്ച്, പിന്നെ ഹോസ്പിറ്റലിലൊക്കെ കേക്ക് കട്ട് ചെയ്ത്, പിന്നെ ഭയങ്കര ഒരു രസമായിരുന്നു. അത് മാത്രമല്ല, ഇതുവരെയ്ക്ക് ഞാൻ ഒരു ചായക്കടയിൽ പോയാലൊന്നും ആൾക്കാരും അറിയില്ല. അപ്പൊ ചേച്ചി ഫ്ലവേഴ്സ് വന്നല്ലേ ചേച്ചി? 2-3 പിള്ളേരൊക്കെ വന്ന് അതില് എന്റെ ഫസ്റ്റ് സെൽഫിയും ഒരു ഹോട്ടലിനകത്ത് വെച്ചായിരുന്നു. വീട്ടുകാരെന്ത് പറഞ്ഞു? എന്റെ പൊന്നെ, വീട്ടുകാർക്ക് അതിനേലും സന്തോഷമായിരുന്നു. എന്റെ ബസ് സ്റ്റോപ്പിലാണ് എന്റെ ഫ്ലക്സ് വെച്ചിരിക്കുന്നത്, മത്തമ്പല ബസ് സ്റ്റോപ്പില്, എന്റെ നാട്ടില്. എന്ത് പറഞ്ഞാണ് ഫ്ലെക്സ് വെച്ചിരിക്കുന്നത്? ഫ്ലെക്സിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ഫ്ലവേഴ്സ് ചാനൽ ഇത് ഐറ്റം വേറെ എന്ന പ്രോഗ്രാമിൽ പങ്കെടുത്ത് 75,000 ടീമിനും അഭിനന്ദനങ്ങൾ. അടിപൊളി. അല്ല, ആ ഫ്ലെക്സ് ഇവിടെ ഉണ്ട്, കാണണോ? ഒക്കെ ഞങ്ങള് നിങ്ങളുടെ പുറകെ കാണണോ? ഒന്ന് കണ്ടാലോ നമുക്ക്? ഒന്ന് കാണാം. യെസ്, റെഡി. ഇതാ നോയിക്കോളൂ. അല്ല, ഇനിയിപ്പോ ലോകത്തുള്ള എല്ലാ മലയാളികളും കണ്ട് മറ്റേ നമ്മുടെ പഞ്ചായത്തിലും അല്ലേ ബസ്സിൽ വന്ന് ഇറങ്ങുന്ന ആൾക്കാർ, കയറുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതെ. ഇപ്പൊ ലോകത്തുള്ള എല്ലാ മലയാളികളും. അയ്യോ, അടിപൊളി. സുജയ്ക്ക് ഇരട്ടി ഹാപ്പി ആയില്ലേ? പിന്നെ ഇനി എവിടെ ഫ്ലെക്സ് വെച്ചാലും ഞങ്ങൾ അറിയും. അപ്പൊ സന്തോഷമായല്ലേ? ഭയങ്കര സന്തോഷം. അപ്പൊ അതിൽ കൂടുതലൊരു സന്തോഷം ഇപ്പോഴും പറയാനുണ്ട്. കാരണം ഈ സ്കിറ്റില് സുജയുടെ പെർഫോമൻസും കിഡിലിനായിരുന്നു കേട്ടോ. ഇവിടെ വന്നാക്കണ എല്ലാ നാട്ടിലെ കോമഡിക്കാർ ടീമുകളും 2ാം റൗണ്ടിൽ എത്തിയിട്ടുണ്ട്. 2ാം റൗണ്ടിൽ 100 പെർഫോം ചെയ്തിട്ടുണ്ട്. സുജ അതുപോലെ തന്നെ നല്ലൊരു കിഡിലൻ ടീമിന്റെ കൂടെയാണ് ഇപ്പൊ വർക്ക് ചെയ്യണ. സപ്പോർട്ടിംഗ് ആണ് രണ്ടുപേരും. ടോട്ടലി നിങ്ങളുടെ ഐറ്റം കിഡിലായിരുന്നു. ഷാനെ, നിങ്ങൾ ഒരു രക്ഷയിട്ട. കഴിഞ്ഞ സാധനത്തിൽ ഞാനത് പറഞ്ഞിരുന്നു, നല്ല ടൈമിംഗ് ഉള്ള ആളാണ്. എനിക്ക് തോന്നുന്നു നല്ലൊരു പവറുള്ള ഒരു ആർട്ടിസ്റ്റാണ്. കാരണം തളർന്നുള്ള കളിയാണെങ്കിൽ നല്ല പവറിലാണ് നിങ്ങളുടെ ക്യാരക്ടർ നിൽക്കുന്നത്. പിന്നെ ഐശ്വര്യ കേസ് പറയാൻ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നു, പവർഫുൾ ആണ് കേട്ടോ, പവർഫുൾ. കാരണം ഒരു പെൺകുട്ടി ഒരു സ്കിറ്റിനെ എങ്ങനെ ആദ്യം തൊട്ട് ടേക്ക് ഓഫ് തൊട്ടിട്ട് അതിൻ്റെ ഏറ്റവും വെരി എൻഡിൽ വരെ എങ്ങനെ എനർജറ്റിക് ആയിട്ട് പെർഫോം ചെയ്യണം എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഐശ്വര്യ കേട്ടോ. കാരണം ചില പെൺകുട്ടികൾ ആർട്ടിസ്റ്റുകൾ ചിലപ്പോൾ അവർ ഡയലോഗ് പരമായിട്ട് ഭയങ്കര ഡെലിവറി ഭയങ്കര രസമായിരിക്കും. അവർ ചിലപ്പോൾ ആക്ഷനിൽ കുറച്ച് കുറവായിരിക്കും. ചിലവർ ആക്ഷനിൽ നന്നായിരിക്കും, ഡയലോഗ് ഡെലിവറി ഇത്തിരി കുറവായിരിക്കും. പക്ഷേ ഇതിൽ രണ്ടിലും പെർഫെക്ഷൻ ഉണ്ട് ഐശ്വര്യയുടെ കേട്ടോ. ഒരാവശ്യമില്ല വേണ്ടി ഈ മനുഷ്യൻ പണിക്കോ എടുത്തുനിന്ന് വിളിച്ചിട്ടും തല്ല് കൊള്ളാൻ വേണ്ടി. അതെല്ലാം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ ചെടിച്ചട്ടിയൊക്കെ അടിച്ച് പൊട്ടിച്ചതിന് ശേഷം ഇതുണ്ട് രണ്ടാമത് അത് ഡിസോർഡറായ സാധനം ഓർഡറിൽ വെക്കാൻ ശ്രമിക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. അത് ഭയങ്കര രസമുണ്ട്. കാരണം തല്ല് കൊണ്ടിട്ട് ചമ്മാനും പാടില്ല, എന്നാൽ എൻ്റെ അഭിമാനം ഇട്ട് പോകാനും പാടില്ല. അതൊക്കെ ഭയങ്കര രസമായിരുന്നു. ടോട്ടലി നല്ല കീടില്ല സ്കിറ്റ് ആകട്ടോ. ബാക്കി ഇവര് വരും. മണിക്കൂട്ടാ, ഷാൻ ഭായ്, സുചേച്ചി, ഐശ്വര്യ, ഞങ്ങൾ പ്രേക്ഷകരെ പിടിച്ചിരുത്തിയ ഒരു പെർഫോമൻസ് ആയിരുന്നു. ഈ ഒരു ആക്ടിനെ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടി നിങ്ങളെടുത്തൊരു കഠിനാധ്വാനം ഞങ്ങൾക്ക് പ്രകടമായിട്ട് കാണാമായിരുന്നു. വളരെ കഠിനാധ്വാനം നിങ്ങൾ എടുത്തിട്ടുണ്ട്. അത് സ്ക്രിപ്റ്റിലായാലും ഇവിടെ ആക്ട് ചെയ്യുന്ന സമയത്തായാലും നന്നായി പണിയെടുത്തിട്ടാണ് നിങ്ങളിത് ചെയ്തേക്കുന്നത്. അതിനൊരു സ്പെഷ്യൽ ഗൈഡ് നിങ്ങൾക്ക് തന്നേ പറ്റും. ഈ ഫൈറ്റ് ചെയ്യുന്ന സമയം നമ്മൾ വിചാരിക്കും ചിലപ്പോൾ ഭയങ്കര എളുപ്പമായിരിക്കും, ഇത് ആക്ട് അല്ലല്ലോ, ഇതങ്ങ് നിന്ന് ഒരു റിയൽ ഫൈറ്റ് കാണുന്നില്ല. ആ കസാര എടുത്ത് അടിച്ചു പൊട്ടിക്കുന്നു, പിന്നെ അവിടെ നിന്ന് തെറിച്ചു പോയി. ഭർത്താവ് പുള്ളിയാണെങ്കിൽ എവിടെയൊക്കെ വീഴാൻ പറ്റും അവിടെയൊക്കെ വീണ് അവസാനം ഞാൻ വിചാരിച്ചു പുള്ളി ലാസ്റ്റ് നമ്മൾ റെസ്ലിംഗ് കാണുമ്പോൾ മനപ്പായിരുന്നു കുറച്ച് നേരം നിർത്തിയതാ. അതൊക്കെ രസമായിരുന്നു. പിന്നെ ലാസ്റ്റ് എൻ്റെ സുചേച്ചി ഈ പറഞ്ഞ പോലെ ഐശ്വര്യം എടുത്തോണ്ട് പോയത് എൻ്റെ പൊന്നേ, ഒരാഴ്ച കൊണ്ട് എടുക്കല എന്നെ. ഇനിയും ഇതുപോലുള്ള പെർഫോമൻസ്, പവർ പാക്ഡ് പെർഫോമൻസ് ആയിട്ട് തന്നെ വരണം. എല്ലാവിധ ആശംസകളും. ഷാൻ, ഐശ്വര്യ, സുജ, നിങ്ങൾ ഒരു രക്ഷയില്ലാത്ത ആർട്ടിസ്റ്റുകളാണ് കേട്ടോ. അമ്മാതിരി പരിപാടികളാണ് നിങ്ങൾ പെർഫോം ചെയ്തത്. സത്യം, ഞാൻ ഐശ്വര്യയുടെ ഒരു കാര്യം പറയാണ്. ഐശ്വര്യ നിന്ന് ഉത്തമനെ തല്ലണം എന്ന് പറഞ്ഞപ്പോൾ നമുക്കും വാശിയായി ഉത്തമനെ തല്ലണം. കാര്യം അമ്മാതിരി ഫയർ ആയിരുന്നു കേട്ടോ. ആ ഒരു ഫയർ അതായത് തല്ലിക്കാൻ വേണ്ടിയല്ലടാ, തല്ലി പൊള്ളിക്കാൻ വേണ്ടി. ഷാനാണെങ്കിൽ, ഷാനെ ഞാൻ ചിരിച്ച ഒരു കാര്യമുണ്ട്. ഷാൻ അടിയെല്ലാം കൊണ്ടുവന്ന് ആകാശ തല്ലടിയത് പറയുന്നത് നിങ്ങൾ 3 പേരും ഭയങ്കര ലൈഫായിരുന്നു. നിങ്ങളുടെ 3 പേരുടെ പ്രകടനമാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു സ്കോർ. ഇനി വരാൻ പോകുന്ന സ്കോർ തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് സ്കിറ്റുകൾ, നല്ല സ്കിറ്റുകൾ ഇനിയും നിങ്ങളിന്ന് പ്രതീക്ഷിക്കുന്നു. പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ 3 പേരാണ്. അടിപൊളി.
അപ്പോൾ ഇനി മാർക്കിലേക്ക് പോവാം. ഞാൻ കൊടുക്കാം ആദ്യം. ഞാനൊരു 14,000 രൂപ കൊടുക്കാം. ഞാനും ഒരു 14,000 രൂപ. ബാലൻസ് ഉള്ളതാണ് ഞാൻ കൊടുക്കാൻ കാര്യം. ഒരുപാട് വീണിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് പേടിയായി പോയി കേട്ടോ. എന്തെങ്കിലുമൊക്കെ പരിക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി ഇനിയും അടുത്ത നല്ല സ്കിറ്റുകൾ നിങ്ങളിന്ന് പ്രതീക്ഷിക്കുന്നതാണ്. അപ്പോൾ പിടിച്ചു. വാ, മൂന്ന് പേരും ശക്തി പ്രാപിച്ച് അടുത്ത് വീണ്ടും നല്ല സ്കിറ്റുകളാക്കി വീണ്ടും വരിക, ചിരിപ്പിക്കുക. 3 പേർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അപ്പോ നമ്മൾ വീണ്ടും നാട്ടിലെ കോമഡിക്കാരെ ഇറക്കാൻ പോവുകയാണ്. എന്തായാലും അവര് നല്ല പുതുമയായിട്ട് വരുന്ന ടീമാണ് അല്ലേ? അതെ. അപ്പൊ എന്തായാലും വിളിക്കട്ടെ? വിളിച്ചോളൂ. വിളിക്കാം. വിനോദ്, സുജിത്ത് ആൻഡ് ഉദയൻ. വേറെ തേടിയ വള്ളി കാലിൽ ചുറ്റി. ഇന്നറിയാനാ ഞാൻ പൊക്കും. എന്നോടാ കളി. അയ്യോ അയ്യോ, ഇതെന്ത് പറ്റി? ഇതിനകത്ത് വേട്ടവളിയൊക്കെ ഒരു കൂടി വച്ചിരിക്കുന്നു. ഇനി ഞാൻ എന്തോ എടുത്ത് ഊതും? എങ്ങനെ നാഗമാണിക്കം തപ്പി പാമ്പിനെ പിടിക്കും? ഒരു കാര്യം ചെയ്യാം, ഒന്ന് വിളിച്ചു നോക്കാം. ചിലപ്പോ അളിയൻ ഇറങ്ങി വന്നാലോ. സുഭാഷേ, സുഭാഷേ. ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്ന വാരുളി കണ്ണനക്ക്, പൂവരശി പൂത്ത കണക്കനെ അഞ്ചുന്ന ചേലനക്ക്, നട നട എന്ന നട കണ്ട തെയ്യം മുടിയഴിക്കും നോക്ക്, വെള്ളിക്കിണ്ണം തുള്ളി തുളുമ്പുന്ന ചേല്. ആരാണോ? ഞാൻ വിൽസനാ. അയ്യോ, ഞാൻ സ്ഥിരം ജവാന്റെ ആളാ. ഞങ്ങളുടെ അച്ഛനെ സീസറാ. ജൂലിയസ് സീസർ അല്ല, ജോലി ഇല്ലാത്ത സീസർ. ആട്ടെ, ഇവിടുത്തെ കുംഭകർണനോ? അയ്യോ, തെറ്റിപ്പോയതാ. തമ്പുരാൻ ആളെങ്ങനാ? ഇവിടുത്തെ തമ്പുരാൻ നാടനാടോ, തനി നാടൻ. അത് ശരി. അല്ല ഭൂഷണ. അത് ശരി. അപ്പൊ തട്ടിന്റെ മേശരിയാണോ? മേശരിയോ? എടോ, താനിപ്പോ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അയ്യോ, ഞാൻ ഇവിടെ പുറ്റി തിരക്കി വന്നതാ. എടോ, പുട്ടും കടലയൊക്കെ അങ്ങ് ഹോട്ടലിലല്ലേ, ഇവിടെ എന്താ ഇപ്പൊ കാര്യം? ഞാൻ ഇവിടെ നാഗമാണിക്യം തേടി വന്നതാ. ഓ, അത് ശരി. ഇവിടെ രാജമാണിക്യത്തിന്റെ CD ഇല്ല. പിന്നെ വേണമെങ്കിൽ ഈ തരാം. അപ്പൊ എന്നെ ഇവിടുന്ന് ഔട്ടാക്കാൻ നോക്കോ? ഇല്ലയോ? അതല്ലടോ, ഇനി അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്റെ പണിയൊന്ന് നോക്കട്ടെ. എടോ, ഇതെന്തോടോ കുമ്പളങ്ങിയാൽ കോരി കയറ്റിയത് പോലെ ഒരു സാധനം? ഇത് കുമ്പളങ്ങിയ കോരി കയറ്റിയ സാധനമല്ല. ഇതാണ് മാമാട്ടിക്കുട്ടിയമ്മ. അയ്യോ, അതല്ല, ഇതാണ് നാഗതാളം. വിദേശികൾ ഇതിനെ കടുക്ക എന്ന് പറയും, സ്വദേശികൾ ഇതിനെ കുടുക്ക എന്നും പറയും. കേട്ടിട്ടില്ലേ അപ്പൂപ്പന്റെ കുടുക്ക എന്ന്? ഇത് ഊതിയ പാമ്പ് വരുവോ? ചിലപ്പോ പാമ്പ് വരും. എന്നാ ഇതൊന്ന് പിടിച്ചേ, അതിങ്ങോട്ട് വന്നേ. പിന്നെ ഊതട്ടെ? ഊതിയാട്ടെ. ഒരു കാര്യം, ഇതിനകത്ത് വേട്ടവളയും കൂടി വെച്ചിട്ടുണ്ട്. ചിലപ്പോഴേ ശബ്ദം കേൾക്കും. ഇയാളുടെ അളിയൻ ഇതിനകത്ത് വീടും വെച്ചിട്ടുണ്ടോ? എന്റെ അളിയൻ വീട് വെച്ചെന്നല്ല പറഞ്ഞത്, വേട്ടവളയും കൂടി വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഊത്. അപ്പൊ ഞാൻ ഊതട്ടെ? ഊത്. മൂസിക്ക് വരും, ചിലപ്പോ ഊത്. ഋഷിവേഷട്ടി കയറിയതാ. അതെപ്പോഴാണോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. നല്ല പറഞ്ഞത്. പിന്നെ കാന്താര കയറിയെന്നാ പറഞ്ഞത്. കാന്താരി? എടോ, കാന്താരി പഴകി നിൽക്കും വെസ്റ്റാ. അത് ശരി. അപ്പൊ ഇവിടെ ഉണ്ടവളവ് ഇരിപ്പുണ്ടോ? ഉണ്ടവളവ് അണ്ണാക്കെ പഴകഞ്ഞി വേണമെങ്കിൽ പിന്നാമ്പറത്തോട്ട് വാ. എന്നാ പഴങ്കഞ്ഞി എങ്കിൽ പഴങ്കഞ്ഞി. Johnny money, Johnny, you are my cunning money. Johnny money, Johnny,
Why you won't blend അതെന്തോടോ ഇതോ ഇതാണ് ആഫ്രിക്കയുടെ അനുഷ്ഠാന കല കാലുവെപ്പ് ഉച്ചിലടി എന്ന് പറയും. ഇത് കണ്ടിട്ടേ ഫോക്ലോർ ആണെന്ന് തോന്നുന്നു. പോക്ക് കേസോ? ഞാനോ? പിന്നെ ഞാനാ? അല്ലാതെ നിന്റെ പേരെന്തോ? നീ എന്തിനാ വന്നേ? ഞാൻ ചന്ദ്രോത്തമൻ. താൻ ആരെ കാണാനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ തമ്പുരാട്ടിയെ കാണാൻ വന്നതല്ലേ. നീ വന്നേ. നീ എന്ത് അവരെ പെണ്ണ് കാണാൻ വന്നയാണോ? ഒന്ന് പോ അവിടുന്ന്. ഞാൻ റീൽസ് എടുക്കാൻ വന്നല്ലേ. ശരി, എന്തോ എടുക്കാന്? ഞാൻ റീൽസ് എടുക്കാൻ വന്നതല്ലേ. ഇവിടെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവിടുന്ന് വല്ലതൊക്കെ എടുക്കുന്നെങ്കിൽ അത് അതാത് സ്ഥാനത്തങ്ങ് വെച്ചേക്കണം. ഇല്ലെങ്കിലുണ്ടല്ലോ എന്റെ തമ്പുരാൻ വന്നു കഴിഞ്ഞാൽ നരക്കത്തുള്ളൂ കേട്ടോ. തമ്പുരാൻ തുള്ളാൻ എന്തോ വെളിച്ചപ്പാടാ. അങ്ങാര് വെളിച്ചത്തും പാടും ഇരുട്ടത്തും പാടും. അപ്പൊ കുറുക്കനാ? അല്ല, കോഴി. എന്തായാലും ശരി, രണ്ടുപേരും ഒന്ന് അടുത്തോട്ടൊന്ന് വന്നേ. എന്തിനാ? ഒന്ന് ഒരസി നില്ല്, ഞാൻ ഒരു റീൽസ് ഒന്ന് എടുക്കട്ടെ. തമ്പുരാട്ടി പറയുന്നത് കേട്ടോ. എന്തോടോ? നമ്മളുടെ ഇവിടെ ഒന്ന് ഒരസി നിൽക്കാൻ പറ്റിയ ഒരു സാധനം. എന്റെ തമ്പുരാട്ടി, നിങ്ങൾ എന്തോ നിത്യഭാമയോ? നിങ്ങളൊന്ന് അടുത്തുനിന്ന് കൊടുന്നേ. റീൽസ് നീ എന്താ പറയുന്നത്? ഇത് നോക്ക്, നല്ല നിലവിളക്ക് പോലെ കത്തി നിൽക്കുന്ന ഒരു സ്ത്രീ, അതിനിടയ്ക്ക് മണ്ണെണ്ണ തീർന്ന ഒരു പാട്ടവിളക്ക്. ഞാൻ എങ്ങനെ ശരിയാവൂടെ? പാമ്പാട്ടി തന്നെ വിളിച്ച എന്താട്ടിയാലും ശരി, നിങ്ങൾ രണ്ടുപേരെ ഞാൻ ഇന്ന് വയറിലാക്കിയിട്ടേ പോകും. ഞാൻ മറൈൻ ഡ്രൈവിൽ പോവാ. താൻ എന്തിനാ ഇവിടെ വന്നേ? ഞാൻ ഇവിടെ വന്നത് നാഗമാണിക്യം തേടിയ. എന്നിട്ട് ഈ നാഗമാണിക്യം എവിടെന്നെങ്കിലും കിട്ടിയോ? കിട്ടിയിട്ടുണ്ട്. എടോ ചുമ്മാത് പറയുക അയാള്. ഇതേ ഒരു വിശ്വാസമാണ്, അല്ലാതെ നാഗമാണിക്യം എന്ന് പറയുന്ന ഒരു സാധനം ഒന്നും ഇല്ല. ഇല്ലെന്നോ? ദാണ്ടെ എനിക്ക് അതിന്റെ സൈഡിൽ നിന്ന് കിട്ടിയ ദാണ്ടെ കണ്ടോ? എടോ ഇതാന്നോ? ഇത് നാഗമാണിക്യാന്നോ? എടോ ഇത് പണ്ട് എന്റെ തമ്പുരാൻ പകിട കളിക്കാൻ ഉപയോഗിച്ച കരുവാ. ഇതങ്ങ് എടുത്തോ. ഇതാണ് ഇവിടുത്തെ തമ്പുരാന്റെ കരു. ഇതെനിക്കെന്തിനാ ഈ കുരു ഫോട്ടോ എടുത്ത്? ഒന്ന് വന്നേ, ഞാൻ പോയത് കാര്യം പോട്ടെ. ഞാൻ ഇവിടെ നാഗമാണിക്യം തേടി വന്നതാ. എന്നിട്ട് ഇവിടെ ഒരു ചുക്കുമില്ല, ചുണ്ണാമ്പുമില്ല. ഒരു കാര്യം ഞാൻ ചെയ്യട്ടെ, ഞാൻ നാട്ടിലും വൈറലല്ല, വീട്ടിലും വൈറലല്ല. നീ എന്നെ ഒന്ന് വൈറലാക്കി തരാം. പിന്നെ അതല്ലേ ഞങ്ങളുടെ പണി. ഒന്ന് ഒരസി നിന്നെ വൈറലാക്കി തരാം. ആദ്യം നമുക്ക് മൂന്നുപേരൊന്ന് പരിചയപ്പെടാം അല്ലേ? അതെ. അപ്പൊ ആദ്യം തുടങ്ങിയോ? ഞാൻ വിനോദ്. വിനോദ്, വീട് എവിടെയാണ്? വീട് കൊട്ടാരക്കര അടുത്ത് പുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലം. ഓ, നമ്മുടെ നാടാ. അതെ, ശരി. ചേട്ടന് എന്താ ജോലി? ഞാൻ പ്രൊഫഷണൽ നാടകക്കായിരുന്നു 25 കൊല്ലം. ഓഹോ, നാടക ആർട്ടിസ്റ്റ് ആയിരുന്നു. പിന്നെ അത് കാണാനുണ്ട്. എനർജറ്റിക് ആയിരുന്നു. നാടക റൈറ്ററൂടാണ്. പിന്നെ അതിനുശേഷം ഞാനിപ്പം നാടകത്തിൽ നിന്ന് ഒഴിവായി ഞാൻ സ്കിറ്റും മറ്റ് വർക്കുകളും അമച്ചർ വലിയ വർക്കുകളും നാടകങ്ങളുമായിട്ട് സ്കിറ്റാണ് മെയിനായിട്ട് ഇപ്പോൾ ചെയ്തോണ്ടിരിക്കുന്നത്. വൈഫും മക്കളുടെ ഒക്കെ കാര്യം എങ്ങനെയാണ്? വൈഫ് പിന്നെ ബ്യൂട്ടീഷ്യനാണ്. ഒരു മോള് അബുദാബിയിലാണ്, എഞ്ചിനീയറാണ്. പിന്നെ രണ്ടാമത്തെ മോള് പോളി ഫൈനൽ ഇയർ ആയി. രണ്ട് പെൺമക്കളാണ്. അത് ശരി. അപ്പൊ ഇവിടെ വരാനുള്ള, ശരിക്കും പറഞ്ഞ നാടകത്തിലൊക്കെ ആയിരുന്നല്ലേ, ഇവിടെ വരാനുള്ള ഒരു എന്താണ് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത്? അത് എനിക്ക് ഭയങ്കര ആഗ്രഹം കോമഡി ഒന്ന് ചെയ്യണമെന്നുള്ള. കോമഡി അല്ല, സ്റ്റേജിലൊക്കെ സ്കിറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഇതുപോലെ വലിയ ഫ്ലോറിൽ കയറി കളിക്കാൻ നമ്മുടെ ഒരു ഭാഗ്യമില്ല. നമ്മൾ എവിടെയോ ചെയ്തൊരു സുഹൃതം അത്. ആഗ്രഹം കൊണ്ടാണ് ഇവിടെ വന്നത്. തമ്പുരാട്ടിയുടെ കാര്യം കൂടെ പറയല്ലേ. എന്റെ പേര് ഉദയകുമാർ. വീട് പുത്തൂര് തന്നെയാണ്. ഓ, എല്ലാം പുത്തൂരുകാരാ. ഞാനൊരു റിട്ടയർഡ് ഗവൺമെന്റ് പ്രൈമറി സ്കൂൾ HM ആണ്, ഹെഡ് മാസ്റ്റർ. അതിലുവരെ ഞാൻ ഒരു 10-15 വർഷം കൊണ്ട് ഗവൺമെന്റ് പെർമിഷനൊക്കെ മേടിച്ച് പ്രൊഫഷണൽ നാടകരംഗത്ത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു ഫ്ലോർ എനിക്ക് ആദ്യമായിട്ടാണ്. 23-ൽ റിട്ടയർ ചെയ്തിട്ട് നമ്മൾ ഇതുവരെ കുട്ടികളുടെ നാടക രംഗങ്ങൾ അതൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. പണ്ട് ഞാനൊരു ഡിഗ്രി കഴിഞ്ഞ് TTCക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ KPSCക്ക് ഒരു കത്തെഴുതിയായിരുന്നു. അപ്പോൾ ഈ KPSCക്ക് കത്തെഴുതിയപ്പം അതിന് അന്ന് കാർഡാണല്ലോ, ഫോണൊന്നും ഇല്ലല്ലോ. ഒരു കാർഡ് വന്നു ഞങ്ങളെ പിന്നെ ഇന്റർവ്യൂവിന് ക്ഷണിച്ചുകൊണ്ട്. ഇതെൻ്റെ അമ്മയുടെ കയ്യിലാണ് കിട്ടിയത്. അമ്മ എന്തെന്നറിയോ, ഈ നാടകം KPSC എന്ന് കേട്ടപ്പോഴേ ഇതെല്ലാം കൂടെ വലിച്ച് കീറി കളഞ്ഞിട്ട് അന്ന് ഞാൻ ക്ലാസ്സും കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പം ഭയങ്കര ബഹളമായി. അങ്ങനെ TTC കഴിഞ്ഞ ഉടനെ കടം മേടിച്ച് കാശ് കൊണ്ട് എന്നെ മലപ്പുറത്തിന് പറഞ്ഞു വിട്ടു. അങ്ങനെ ഞാൻ ഔദ്യോഗിക ജീവിതം തുടങ്ങിയതാണ്. വൈഫ് മക്കളൊക്കെ അവരുടെ കാര്യം? വൈഫും ടീച്ചറാണ്. മക്കള് മൂത്താള് കല്യാണം കഴിച്ചു, അവൻ HDFC ബാങ്കിൽ ജോലി ചെയ്യുന്നു. ഇളയാള് ഇവിടെ തൃക്കാക്കര
മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ലാസ്റ്റ് സെമസ്റ്റർ പഠിക്കുന്നു. ആൺകുട്ടികളാണ് രണ്ടുപേരും അല്ലേ? അതെ, 2 ആൺകുട്ടികളാണ്. ഇപ്പോഴും എൻ്റെ ആഗ്രഹം ആണ് ഇങ്ങനെ ഒരു റോളിലും ഞാൻ ഇവിടെ വന്നത്. ഇത് നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. സുജിത്ത് അല്ലേ? സുജിത് സുധാകർ. സുജിത്ത് എവിടെയാണ്? ഹരിപ്പാട് ആറാട്ടുപുഴ എന്ന് പറഞ്ഞ നമ്മുടെ സുനാമി എഫക്ട് ചെയ്ത സ്ഥലമുണ്ടല്ലോ, വലിയഴിക്ക് ആ ഭാഗത്ത്. അവിടെ ഹരിപ്പാട് ഇപ്പോൾ കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ കല്യാണം കഴിച്ചാണോ? കല്യാണം കഴിച്ച് 2 മക്കളുണ്ട്, മോള് മകനും. അപ്പൊ എനിക്ക് തോന്നണത് ഗംഭീര ആർട്ടിസ്റ്റുകളാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം നിങ്ങളുടെ പെർഫോമൻസ് കണ്ടറിയാം, ഗംഭീര ആർട്ടിസ്റ്റുകളാണ്. അത് കഴിഞ്ഞ പിന്നെയാണ് നിങ്ങൾ ഈ പറയുന്ന നമ്മൾ ചെറിയ ചെറിയായിട്ട് നാടകങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത്. സ്കിറ്റിലേക്ക് വരികയാണെങ്കിൽ ആ പാട്ടുകളൊക്കെ നന്നായിരുന്നു, പക്ഷെ തമാശകൾ ഒരിത്തിരി കുറവുണ്ടായിരുന്നു. തമാശകളുടെ കുറവേ ഉള്ളൂ. അവതരണം നല്ല അവതരണമായിരുന്നു. അപ്പം നമ്മളും ഞെട്ടിപ്പോയിട്ട് ആദ്യമായിട്ടൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ അവതരണമൊക്കെ ഇത്രയും നല്ലതായിട്ട് അവതരണം ഉഗ്രനാകുമ്പോൾ തമാശ കുറവാണെങ്കിൽ നല്ല ഗ്രാൻഡായിട്ട് ചെയ്തു, ഒന്നും മറക്കാതെ. എന്തായാലും അടുത്ത പ്രാവശ്യം വരുമ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി എന്താണ് തമാശകൾ കൂടുതലുള്ളത്. കാരണം തമാശയുടെ എലമെന്റുകൾ എനിക്ക് തോന്നുന്നത് ഈ കാണുന്ന ഒരു ഇതിലേ ഉള്ളൂ, നമ്മുടെ ഗെറ്റപ്പിലേ ഉണ്ടായിരുന്നുള്ളൂ. വെർബലായിട്ടുള്ള തമാശകൾ കുറച്ച് കുറവായിരുന്നു. കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നതല്ലാതെ കുറച്ചും കൂടി കൗണ്ടർ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കിടിലൻ സ്കിറ്റ് അവതരിപ്പിക്കുന്ന ആൾക്കാരായിട്ട് മാറും കേട്ടോ. കാരണം അത് മാത്രമേ എനിക്കൊന്ന് പറയാനുള്ളൂ. ബാക്കി നെഗറ്റീവുകളൊന്നുമില്ല. ആർട്ടിസ്റ്റുകൾ ഗംഭീര ആർട്ടിസ്റ്റുകളാണ്. അല്ലേ? അതെ അതെ. വിനോദ് ഭായിക്ക് ശരിക്കും പറഞ്ഞാൽ ഹ്യൂമർ നന്നായിട്ട് വഴങ്ങും. കാരണം നിങ്ങളുടെ ഡയലോഗും പ്രസന്റേഷനും കണ്ടറിയാം നന്നായിട്ട് അല്ലേ? ഹ്യൂമർ ചെയ്യാറുണ്ടല്ലേ സ്റ്റേജിൽ സാർ? അതെന്നെ നന്നായിട്ട് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമുക്ക്. നന്നായിട്ട് വഴങ്ങുന്ന നല്ലൊരു കോമഡി സ്കിറ്റാണ് നിങ്ങളുടെ കയ്യിലോട്ട് കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾ വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു, ഗംഭീരമാകുമായിരുന്നു ഈ സ്കിറ്റ്. പിന്നെ മറ്റുള്ളവർക്ക് അത്രയധികം ഹ്യൂമർ വർക്കൗട്ട് ചെയ്യാനില്ല. മറ്റേ പുള്ളിയുടെ പ്രസൻറ്റേഷനൊക്കെ നന്നായിരുന്നു. നമ്മുടെ മൊബൈലായിട്ട് വന്നിട്ടുള്ള അതൊക്കെ നല്ല പവറിലൊക്കെ നന്നായിട്ട് പ്രസൻറ്റേഷൻ ചെയ്തു. എല്ലാവരും നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തു. പിന്നെ തമ്പുരാട്ടിക്ക് അങ്ങനെ ഹൈ പിച്ചിൽ പറയേണ്ടതായിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ലല്ലോ, അത് പറയാൻ പറ്റില്ല. ഹ്യൂമർ റെഡിയാക്കി അടുത്ത പ്രാവശ്യം വന്നാൽ മതി കേട്ടോ. നല്ലൊരു തീം, ഒരു പുതുമയുള്ളൊരു തീം ത്രെഡ് കൊണ്ടുവരിക, എന്നിട്ട് അതിൽ ഗംഭീരമാക്കാം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ ഹരി. ഓൾ ഓവർ ഭയങ്കര എനർജറ്റിക് ആയിരുന്നു. പ്രത്യേകിച്ച് വിനോദേട്ടനൊക്കെ വളരെ എനർജറ്റിക് ആയിട്ടാണ് അവതരിപ്പിച്ചത്. പിന്നെ ഈ എടുത്ത ഒരു സബ്ജക്റ്റ് നാഗമാണിക്യം, ഞാൻ കുറച്ചുകൂടെ അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തു. കാരണം എന്താ വെച്ചാൽ നാഗമാണിക്യത്തിൻ്റെ പേരിൽ ഭയങ്കര തട്ടിപ്പുകൾ ഇപ്പം നടക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇല്ലല്ലോ, ഒരു സാധനം ഇല്ലല്ലോ. വെറുതെ പറയുന്നല്ലേ, ഇത് പറ്റീരാണ്. ഇങ്ങനെ മറ്റേ വനത്തിലൊക്കെ താമസിക്കുന്നവർ അതിലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ടുള്ളവരുണ്ട്. പിന്നെ നിങ്ങളുടെ അഭിനയം ഭയങ്കരമായിരുന്നു. അപ്പം നാടകത്തിൽ അഭിനയിച്ച നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് നിങ്ങളെ ജഡ്ജ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉള്ള ആളല്ല. കാരണം നിങ്ങൾ ഭയങ്കര എക്സ്പേർട്സ് ആണ്, നാടക നടന്മാരാണ്. പിന്നെ ഒരു കാഴ്ചക്കാരൻ എന്നുള്ള നിലയിലാണ്. പിന്നെ കുറച്ചുകൂടി ഇതിനകത്ത് ഒരു തമാശകൾ കയറ്റണം എന്നുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ അത് നിങ്ങളെ കൊണ്ട് പിന്നെയും സാധിക്കാണ്ട് 2 ജനറേഷനാണ് കാണിച്ചത്. ഈ ന്യൂജൻ മറ്റേ റീൽസിൻ്റെയും പിന്നീട് ആ പഴയ കാലവും കൂടെ ഒന്നിച്ച് ഒരു കോമ്പിനേഷൻ കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ വരും. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഗംഭീരമായിരുന്നു. അപ്പോൾ നമുക്ക് മാർക്ക് കൊടുക്കാം അല്ലേ? പ്രസാദം കൊടുക്കാം ആദ്യം തന്നെ. ഞാൻ 4000 തുടങ്ങുന്നു. 4000. 4000 രൂപ. ഓക്കെ, ഞാൻ ഒട്ടും കുറക്കുന്നില്ല, ഞാനും 4000 രൂപ. ഇനി ഹരിയുടെ. അപ്പോൾ പിന്നെ ഞാനായിട്ട് കുറയ്ക്കുന്നില്ല. ദാ പൊറോട്ട നോക്കിക്കോളൂ. ഇതൊരു വലിയൊരു തുകയായിട്ട് കാണണ്ട. ഈ പോരായ്മയൊക്കെ അടുത്ത പ്രാവശ്യം വരെ നികത്തണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.